വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്നവരതാ മഹാത്മാക്കളുടെ മരിച്ച കബറടക്കി കഴിഞ്ഞാൽ അതേ കല്ലുകൾ കൊണ്ടുവന്ന് മൂടുന്നു, പെയിന്റ് അടിക്കുന്നു, മാർബിൾ പതിക്കുന്നു. വമ്പിച്ച പണക്കാരന്റെ വീട്ടിലെ പെണ്ണിന്റെ മോളുടെ മടിയറയേക്കാൾ കബർ അലങ്കരിക്കുന്നു, വൈദ്യുത ബൾബുകളാൽ അലങ്കരിക്കുന്നു, പൂമാലകൾ ചാർത്തുന്നു, എണ്ണയൊഴിക്കുന്നു, അതിന്മേൽ കബറിന്മേൽ പോയി മുത്തുന്നു, സുജൂദിന്റെ കോലത്തിൽ കിടക്കുന്നു. വട്ടമിട്ടിങ്ങനെ നടന്നിട്ട് തവാഫ് എന്ന് പറയൂല, പക്ഷേ വട്ടത്തിൽ നടന്നിട്ടിങ്ങനെ യാസീനോതുന്നു. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച സിയാറത്താണോ? അതേ അവസരത്തിൽ നമ്മുടെ ഉമ്മമാര് മരിച്ചു കിടക്കുന്ന ഖബറുകളില്ലേ, ഉപ്പമാരുടെ ഖബറുകളില്ലേ, ബന്ധുക്കളുടേതും അല്ലാത്തതുമായ പൊതു ഖബർസ്ഥാനുകളില്ലേ, പള്ളിക്കാടുകളിലതാ മൈലാഞ്ചിച്ചെടികൾക്കിടയിൽ, കുറ്റിക്കാടുകൾക്കിടയിൽ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആയിരക്കണക്കിന് മയ്യത്തുകൾ അടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാനുകളുടെ സമീപത്തെത്തുമ്പോ ഈ ചീറിപ്പായുന്ന മോട്ടോർ സൈക്കിളിലൂടെയാണെങ്കിലും നിന്റെ കാറിലൂടെയാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ ഒന്ന് ബ്രേക്കിട്ട് നിർത്തിയിട്ട് അതിന്റെ നേരേക്കൊന്ന് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു തആലാ ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അൻ തുബ്സലഫുനാ വനഹ്നു ബിൽ അസർ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നു. നമ്മുടെ കാര്യം പറയുന്നു. എന്താ നമ്മുടെ കാര്യം? ഞങ്ങളും അധികം താമസിയാതെ നിങ്ങളെത്തിയ മണ്ണറക്കാട്ടിലേക്ക്, ഒരാളുടെയും സഹായമില്ലാത്ത ലോകത്തേക്ക് ഞങ്ങളും വരേണ്ടവർ തന്നെ എന്ന ചിന്തയുണ്ടാക്കാൻ വേണ്ടി നീ ഖബർ പോയി കണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ സിയാറത്ത് മുജാഹിദുകൾ എതിർത്തിട്ടില്ല. ആ സിയാറത്ത് ഇന്നും മുജാഹിദുകൾ അവർക്ക് കഴിയുന്നിടത്ത് ചെയ്യുന്നു. ബാപ്പയെ അടക്കം ചെയ്തിട്ടുള്ള ഖബർസ്ഥാനിൽ പോകുന്നു, ഉമ്മയുടെ അടുത്ത് പോകുന്നു, ബന്ധുമിത്രാദികളെ അടക്കം ചെയ്തിട്ടുള്ള, ഇനി ഖബർ അറിയില്ലെങ്കിൽ പോലും ആ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് എന്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി സിയാറത്തിന് പോകുന്നു. അതേ അവസരത്തിൽ പുത്തൻപള്ളിയിൽ സിയാറത്തിന് പോകുന്നത്, മമ്പുറത്തേക്ക് പോകുന്നത്, അതുപോലെയുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഇവർക്കൊക്കെ വന്ന് പൊറുക്കണേ അല്ലാ എന്ന് പറയാനാണോ? ഇവരുടെയൊക്കെ ഖബർ കണ്ടിട്ട് എനിക്കും മരിക്കണല്ലോ എന്ന് ചിന്തിക്കാനാണോ? അല്ലേ, അല്ല. കാരണം പരസ്യ കമ്പനി പരസ്യം കൊടുക്കുന്നത് തന്നെ പേപ്പട്ടി വിഷ, സർപ്പവിഷ നിവാരണം, രോഗശാന്തി, സന്താന നിവാരണം, സന്താനോൽപാദനം, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി, മക്കൾക്ക് നല്ല പുതിയാപ്പിള, അതുപോലെയുള്ള നൂറുകൂട്ടം നീറുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാതെ വിഷമിക്കുന്നുണ്ടോ? ഇന്ന ജാറത്തിലേക്ക് വന്നോളൂ, നേർച്ചയിട്ടോളൂ, അവരോട് സങ്കടം പറഞ്ഞോളൂ എന്ന് പരസ്യം കൊടുക്കുമ്പോ ഞാൻ സുന്നിയാണെന്ന് വെറുതെ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ വക്താവാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? സുന്നികളുടെ നേതാവ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി വിഷമം വന്ന നേരത്ത് സഹാബിമാരോട് ഒരിക്കലും ജാറം മൂടാൻ നിർദ്ദേശിച്ചിട്ടില്ല, അതിലേക്ക് പെട്ടി വെച്ച് പൈസ വെക്കാൻ പറഞ്ഞിട്ടില്ല, അവിടെ വിളക്ക് കൊളുത്താൻ പറഞ്ഞിട്ടില്ല, അവിടെ പൂമാലയിടാനും ചന്ദനത്തിരി പുകക്കാനും അവിടെ വെള്ളമൂടാനും പച്ചമൂടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും കൊട്ടും കുരവയും മുട്ടും ബാല്യവും വാർദ്യവും വാർത്തയുമായിക്കൊണ്ട് ജാറങ്ങളിലേക്ക് പോകാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ബാൻഡ് മേളങ്ങളും മുട്ടും മേളവുമൊക്കെയായിട്ട് നേർച്ചപ്പൂരം എന്ന പേരിൽ സിയാറത്തിന് നടക്കുമ്പോ ചില ആളുകളൊക്കെ പറയാറുണ്ട്, മൗലവിമാരെ നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ നേരെ ആരോപണം പറയുന്നത്? ഞങ്ങളൊക്കെ പണ്ടേ ബാൻഡ് വാദ്യം ഹറാമെന്ന് പറഞ്ഞവരാണ്, കുഴൽവിളി പാടില്ലെന്ന് പറഞ്ഞവരാണ്. എന്നാൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പണ്ഡിതന്മാരിൽ തലമൂത്ത പണ്ഡിതന്മാരെന്ന് പറയുന്ന ശാലിയത്തുകാരനായ ശാലിയാത്തി, അദ്ദേഹത്തിന്റെ ഫത്വ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? ഇന്ന് വരെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് എന്താണ്? ഖബർ സിയാറത്തിന് പോകുമ്പോ മുട്ടും വിളിയും ചെണ്ടയും കൊണ്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. ആർക്കാണത് നിഷേധിക്കാൻ കഴിയുക?
മമ്പർത്തപ്പാപ്പാന്റെ കൊടി കിട്ടണമെന്നുണ്ടെങ്കിൽ മുട്ടും വിളിയുമായി ചെന്നവർക്കല്ലാതെ കൊടുത്തിരുന്നില്ലാന്നാ എഴുതി വെച്ചത്. അതുപോലെ റംലി തങ്ങൾ അതിന്റെ ആളാണെന്നാ എഴുതി വെച്ചത്. എത്രയെത്ര കിതാബുകളിൽ ഉണ്ടെന്നാ തെളിവ് പറഞ്ഞത്. എന്നിട്ട് മുജാഹിദുകൾ അതിനെ എതിർക്കുമ്പോ പറയും ഞങ്ങളൊക്കെ പണ്ടേ എതിർത്തു എന്ന്. എങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോട് നിങ്ങൾ പറയണം, ശാലിയാത്തി അങ്ങനെ ഫത്വ കൊടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? ഇനി കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? കാരണം തെന്നിന്ത്യൻ മുഫ്തി എന്നാണ് ശാലിയാത്തിയെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ടാ സൂചിപ്പിക്കുന്നത് എവിടെയൊക്കെയോ തകരാറ് പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് കൈമാറി, സഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറി, അവിടുന്ന് ഇങ്ങനെ ഇമാമിയങ്ങൾക്ക് കൈമാറിപ്പോന്ന ആ ദീനിൽ എവിടെയോ പാളിച്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഇന്ന് നമ്മുടെ കൈവശം വന്നു ചേർന്നിട്ടുള്ളത്. എവിടെയൊക്കെയോ ആരൊക്കെയോ ഇടയ്ക്ക് തിരികെത്തിയ പലതും ദീനെന്ന പേരിൽ നാട്ടുനടപ്പിലുണ്ട്. അതിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് വന്നാലല്ലാതെ രക്ഷയില്ല. അത് ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, സിയാറത്തിന് ഒരിക്കലും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പോക്ക് തെറ്റല്ല. അതേ അവസരത്തിൽ അവരോട് പ്രാർത്ഥിക്കാനുള്ള പോക്കാണ് തെറ്റും ശിർക്കുമാകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ വേണ്ടേ? നമ്മൾ മരിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആള് വേണ്ടേ? നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ ആള് വേണ്ടേ? നമ്മൾ മരിച്ചു കിടക്കുമ്പോ നമ്മുടെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആള് വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പോയാൽ ആ മയ്യത്തിനെ മൂടിയിട്ടുള്ള തുണി മുഖത്ത് നിന്ന് മാറ്റിയിട്ട് ആ മയ്യത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് നെടുവീർപ്പിട്ട് തിരിച്ചു പോരാനല്ലല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. മറിച്ച് ആ ജനാസ കാണുന്ന വേളയിൽ അല്ലാഹുമ്മ ഗ്ഫിർലി, ആ മയ്യത്തിന്റെ പേര് ബാക്കി ചേർക്കണം. മുഹമ്മദ് ആണെങ്കിൽ അങ്ങനെ അല്ലാഹുമ്മ ഗ്ഫിർലി മുഹമ്മദ് വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫീ എന്ന് മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അർത്ഥം വിശദീകരിക്കാൻ ഒരുപാടുണ്ട്, സമയപരിധി കൊണ്ട് ഞാൻ അതിലേക്ക് നീങ്ങുന്നില്ല. ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. മരിച്ച വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ കേവലം ജനാസ കാണൽ ചടങ്ങല്ല നടത്തേണ്ടത്. ആ ജനാസക്കരികിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം നമ്മൾ കാണാത്ത മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഇദാ ഹദർതുമുൽ മരീള വിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങളൊരു രോഗിയുടെയോ മയ്യിത്തിന്റെയോ സമീപത്ത് ഹാജരായാൽ നിങ്ങൾ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലത് പറയണം. കാരണം മലക്കുകൾ നിങ്ങളുടെ ദുആക്ക് ആമീൻ പറയുന്നുണ്ടേ. ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, ഇത് മുജാഹിദുകൾ ചെയ്യുന്നതാണ്. പക്ഷേ സാന്ദർഭികമായി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഹദീസ് ഓതിക്കൊണ്ട് ഈ ഉള്ളവൻ ഷാർജയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ഇടക്ക് വളരെ കൃത്യമായി പറഞ്ഞു, ഈ ജനാസയുടെ സമീപത്ത് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇങ്ങനെയാണ് ദുആ ചെയ്യാനാണ് പഠിപ്പിച്ചത്. മറിച്ച് അവിടെ യാസീൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല, അവിടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്ന് വിശദമായി ആ രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേ കിട്ടിപ്പോയി എന്ന നിലക്ക് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിയാക്കന്മാര്, ദുഷ്ടമനസ്സുള്ള ചില മുസ്ലിയാക്കന്മാര്, അവർക്കല്ല നേർവഴി കൊടുക്കട്ടെ, പ്രാർത്ഥിച്ചു പോവുകയാണ്. കാരണം ഞാൻ ഹയാത്തിലുള്ള മനുഷ്യനാണ്, ഞാൻ മരിച്ചുപോയിട്ടില്ല. ഈമാനോടെ അല്ലാഹു നമുക്കെല്ലാം മരണം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എന്റെ പ്രസംഗത്തെ അതാ 4 സ്ഥലത്ത് നിന്ന് വിദഗ്ധമായി ആധുനിക കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുറിച്ചു നീക്കുകയാണ്. അങ്ങനെ മരിച്ചയിടത്ത് നമ്മൾ രോഗിയുടെ ആ മരിച്ച മയ്യത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഖുർആൻ ഓതുകയല്ല വേണ്ടത്, യാസീൻ ഓതുകയല്ല വേണ്ടത് എന്ന് പറയുന്ന ഭാഗം അങ്ങ് അടർത്തി മാറ്റിയിട്ട് അങ്ങനെ യാസീൻ ഓതാനും
ഖുർആനോദാനും ഇതാ മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫി പോലും ഇതാ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിന്റെ 3-4 സ്ഥലത്ത് കത്രിക വെച്ച് മുറിച്ചിട്ട് കള്ള ക്ലിപ്പുണ്ടാക്കിയിട്ട് അതേ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ കൊണ്ട് പോലും റബീഉൽ അവ്വലിന്റെ സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ നേതാവ് ഹുസൈൻ സലഫി അതാ പറയുന്നു എന്ന് കുട്ടികളെ കൊണ്ട് നാടകം കളിപ്പിക്കുന്ന ഓ പ്രിയപ്പെട്ട സഹോദരാ, നിങ്ങൾക്കും മരിച്ചു പോകണ്ടേ, എനിക്കും മരിക്കണ്ടേ? ആ പ്രസംഗത്തിന്റെ പൂർണ്ണഭാഗം ആർക്കും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. 84ഓളം സീഡികളിലൂടെയായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഷാർജയിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അനുവാദത്തോടെ അവിടുത്തെ പള്ളികളിലും മറ്റു സ്ഥലത്തുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ള പരലോക വിശ്വാസമെന്ന നീണ്ട വിഷയത്തിന്റെ 84 സീഡികളിലെ 3-ാമത്തെ സീഡിയിൽ നിന്ന് ഒരു ഭാഗം കട്ടുമുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ആശയത്തിനെതിരെ ക്ലിപ്പുണ്ടാക്കിയിട്ട് അത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് റബീഉൽ അവ്വലിലെ നാടകം കളിപ്പിക്കുന്ന സംഭാഷണ പ്രസംഗത്തിലൂടെയൊക്കെ ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ എന്താ പറയാനുണ്ടാവുക? ജീവിച്ചിരിക്കുന്ന ഈ ഉള്ളവന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ കൃത്രിമം നടത്തുമ്പോ മഹാന്മാരായ നേതാക്കന്മാർ എഴുതി വെച്ച മരിച്ചുപോയ ആ നേതാക്കളുടെ കിതാബിൽ നിങ്ങൾ എത്ര കൃത്രിമം വരുത്തുന്നുണ്ടാകും, എത്രയെത്ര കട്ടുമുറിക്കുന്നുണ്ടാകും. ഈ ഉള്ളവന്റെ മലയാള വാചകമാ നിങ്ങൾ കട്ടുമുറിച്ചത്, എന്നിട്ടും നിങ്ങൾക്ക് പേടി തോന്നിയില്ല. അങ്ങനത്തെ നിങ്ങൾ എത്ര അറബി വാചകം കട്ടുമുറിക്കുന്നുണ്ടാകും. ചിന്തിക്കണേ ഉമ്മമാരെ, ചിന്തിക്കണേ ഉപ്പമാരെ, കള്ളവാദികളുടെ കള്ളപ്രചരണത്തിൽ കുടുങ്ങിപ്പോകരുത്.